നിങ്ങൾക്ക് സ്വർഗത്തിൽ പരജാതി സ്ഥാനം തരാൻ അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് റസൂൽ പറഞ്ഞ എന്താ, എനിക്ക് അങ്ങനത്തെ സ്ഥാനം വേണ്ട. വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. എൻ്റെ ഉമ്മത്തിൽ ഒരാൾ നരകത്ത് കിടന്നിട്ട് എനിക്കൊരു സുഖവും വേണ്ട. മുത്ത് മുഹമ്മദ് മുസ്തഫ ഏതായത്തിറങ്ങിയപ്പോഴാ പറഞ്ഞത്? വല്ലൈലി ഇദാ സജാ മാ വദഅക റബ്ബുക വമാ ഖലാ വലല്ലാഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതല്ലാ. നിങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെയുള്ള സുമോഹന സമ്മാനങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പാത്തു വെച്ചിട്ടുണ്ട് നബിയേ എന്നായത്ത്. വലസൗഫ വലസൗഫ യുഅ്തീക റബ്ബുക ഫതല്ലാ. നിങ്ങൾക്ക് തൃപ്തിയാവുള്ള അല്ലാഹു തആല സമ്മാനം പാത്തു വെച്ചിട്ടുണ്ട് പരലോകത്ത്. അപ്പോൾ ഹബീബായ നബി ജിബ്രീലിനോട് പറഞ്ഞു, ആയത്ത് ഓതി കൊടുത്തപ്പോൾ ജിബ്രീലിനോട് പറഞ്ഞു, വാഹിദ് വലാ അർളാ. നിങ്ങൾ തിരിച്ചു തന്നെ അള്ളാഹിനോട് പറയണം, വലാ അർളാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെങ്കിലും നരകത്ത് കടന്നിട്ട് എനിക്കൊരു സമ്മാനത്തിൻ്റെ ആവശ്യം ഇല്ല. അല്ലാഹുവേ യാ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. അല്ലാഹ് മനസ്സറിഞ്ഞാമി പറയും മനുഷ്യന്മാരെ. അങ്ങനെ പറഞ്ഞൊരു നേതാവ് വേറെ ആരാണ് മനുഷ്യന്മാരെ? ആ നേതാവിനെ സ്നേഹിക്കും മനുഷ്യന്മാരെ. പുണ്യ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ ഞങ്ങളെ നേതാവിന്റെ ദർജയേറ്റി കൊടുക്കണമേ റബ്ബേ. ആ നേതാവിന്റെ ചിറകിന്റെ കീഴിൽ ഞങ്ങളെ ആക്കി തരണമേ റബ്ബേ. ആ നേതാവിന്റെ കീഴിൽ ഞങ്ങളെ ആക്കണമേ റബ്ബേ. ആ നേതാവിന്റെ മഹത്വം വർദ്ധിപ്പിക്കണമേ റബ്ബേ. അങ്ങനത്തെ നേതാവല്ലേ ഈ നേതാവ്. അപ്പോൾ അവിടെ അങ്ങനെ പറഞ്ഞ നേതാവാണെങ്കിൽ മഹാലോകങ്ങളിൽ എത്തിയപ്പോൾ നബി പറഞ്ഞുക നമ്മളെ കാര്യമായിരിക്കും. സയ്യിദുനാ ഇസ്രായീൽ പിടിക്കാൻ വന്ന നേരത്തും പറഞ്ഞത് ഉമ്മത്തി ഉമ്മത്തി, എന്റെ സമുദായമേ എന്റെ സമുദായമേ എന്ന് പറഞ്ഞ നേതാവല്ലേ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അപ്പൊ നമ്മൾ ഈ മെഹറാജിന് കഴിക്കുന്ന ഒരു പാരിതോഷികം, ഒരു കുട്ടിയൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഒരു അർത്ഥമുണ്ട്. എന്താണ് അർത്ഥം? എവിടെയൊക്കെ നബി പോയി എന്ന് നമുക്ക് പറ അറിയില്ല. പക്ഷേ നമുക്ക് നമ്മളെ കാര്യം പറയാത്തൊരു സ്ഥലത്ത് നബി പറ പോകൂല. ആ ഒരു സന്തോഷം ഇന്ന് റജബ് 17 18. അപ്പൊ പുരയിലൊരു ഒരു പായസം ഉണ്ടാക്കിയെന്ന് സങ്കല്പിച്ചോ. വീട്ടിൽ വന്ന ആളുകൾക്കൊക്കെ പായസം കൊടുത്ത്, എൻ്റെ ഇന്ന് പായസം. അന്ന് റജബ് 18. ഇന്നാണ് എൻ്റെ വല്യാപ്പ വല്യമ്മാനെ കിട്ടിയത്. വല്യാപ്പാനെയും കണ്ടിട്ടില്ല, വല്യമ്മാനെ കണ്ടിട്ടില്ല. പക്ഷേ ഈ കണ്ടാണപ്പെട്ട ഭൂമിയിലൊക്കെ തെങ്ങ് വെച്ച് പിടിപ്പിച്ച് ഇപ്പൊ എന്ത് കൊറോണ ഉണ്ടായാലും എന്ത് ദുബായിൽ നിന്ന് നമ്മളങ്ങോട്ട് മടക്കി പറഞ്ഞാലും ഈ 4 കായുള്ളത് കൊണ്ട് മര്യാദയ്ക്ക് കഞ്ഞുടിച്ചു പോണത് അക്കാലത്ത് ഈ വല്യപ്പാനെയും വല്യമ്മാനെയും കണ്ടിട്ടില്ല, കല്യാണത്തിന് നമ്മൾ പങ്കെടുത്തിട്ടില്ല. എന്നാലും ഇപ്പോഴും റജബ് 18 17 ആവുമ്പോൾ 28 29 ആവുമ്പോൾ എന്നാണോ കല്യാണത്തിന്റെ ഡേറ്റ് എങ്കിൽ അന്ന് നമ്മളൊരു ചെറിയ മധുര പലഹാരം ആ കല്യാണത്തിന് കൂടിയിട്ടുണ്ടോ? ഇല്ല. അന്നത്തെ മണിയറയിൽ കയറിയിട്ടുണ്ടോ? അങ്ങനെ കയറുന്നു ബാപ്പന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ വല്യാപ്പാന്റെ മണിയറയിൽ കയറുന്നു. എന്നാലും നമ്മളൊക്കെ ഉണ്ടാകാൻ കാരണക്കാരനായ ആളെ സന്തോഷത്തിന്റെ ദിവസമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു നന്ദി എന്ന് പറയും. ഇതല്ലേ പറയും മനുഷ്യന്മാരെ. നന്ദി തിരിയാത്തവർ ഇപ്പോൾ നമ്മളെ നാട്ടിലുണ്ട്. അവർക്ക് എന്താണ് നന്ദി എന്ന് തിരിയൂല. അതാണ് അവരെ കുഴപ്പം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എന്താണിത്? ഇതൊരു സന്തോഷമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ എവിടെ പോയാലും നമ്മളെ പറ്റി പറയും. ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ സ്നേഹമാണ്. ഭർത്താവ് ഉംറക്ക് പോയി, വേഗം ഉള്ള സൗകര്യം ചെയ്തു കൊടുത്ത്. എന്തുകൊണ്ട്? മൂപ്പര് കാബാലയത്തിൻ്റെ അടുത്തെത്തിയാലും എൻ്റെ കാര്യം പറയും. അത് വിശ്വാസ. എന്നതുപോലെ
ലിനുരി സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി. ജനങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കൊല്ലങ്ങൾ പഠിച്ചാലും ഇത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഇത് ലോകത്തെ ഒരു അത്ഭുത സംഭവമാണ് മെഹ്റാജ്. മെഹ്റാജ് മിൻ ഖസായിസിൻ നബിയിൽ മുസ്തഫ, നബിയുടെ മാത്രം പ്രത്യേകതയാ. അപ്പോൾ ഇബ്രാഹിം നബിക്ക് ഈ പ്രത്യേകത ഇല്ലുണ്ട്. وكذلك نري إبراهيم ملكوت السماوات. ആകാശ ലോകത്തിന്റെ അത്ഭുതങ്ങളെ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ആർക്ക്? ഇബ്രാഹിം നബിക്ക്. ആ അത്ഭുതങ്ങളോ നബിയുടെ അത്ഭുതത്തിലേക്ക് ഉയർത്തി നോക്കിയാൽ ഒന്നുമല്ല. എന്തെങ്കിലും ആണെങ്കിൽ ഇവിടെ നുരിയഹൂമിനായാത്തിനാണ് പറയില്ലാന്ന് മാത്രമല്ല, വമിൻ ഖസായിസിൻ നബിയിൽ മുസ്തഫ, നബി കണ്ട മെഹ്റാജ് നബിയുടെ മാത്രം പ്രത്യേകതയാണ്. വേറെ ഒരാൾക്ക് ആ മെഹ്റാജ് അള്ളാഹ് തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇബ്രാഹിം മലക്കൂത്ത് സമാവ, ആകാശത്തിന്റെ രഹസ്യ ലോകങ്ങൾ അള്ളാഹ് തുറന്നു കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഇബ്രാഹിം നബിക്ക്. ആ ലോകമൊന്നും നബി പോയ ലോകത്തേക്ക് ചേർത്ത് നോക്കിയാൽ ഇബ്രാഹിം നബിയുടെ ലോകം ഒന്നുമല്ല. മനസ്സിലായില്ലേ? ഇബ്രാഹിം നബിയുടെ ലോകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ മുത്തുനബിയുടെ ലോകം മനസ്സിലാക്കാൻ കഴിയുന്നു? മുത്ത് മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്കണം. അന്ന് നമുക്ക് കിട്ടിയ സമ്മാനമാണ് എന്ത്? പറ, അതാണ് ഇനി പറയേണ്ടത്. അന്ന് നമുക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഏതാണ് ആ സമ്മാനം? അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ എന്ന് മുഹമ്മദ് മുസ്തഫ. നിസ്കാരം ഉണ്ടായ ഇവിടുന്നാണ് വിടും. ആ ലോകം പിന്നെ ഒരാൾക്ക് അനുഭവിക്കാനേ, വേറൊരാളെ നിസ്കാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ ഇനി എൻ്റെ കൂടെ പോയി. ഒരു മനുഷ്യനും അള്ളാഹും തമ്മിലുള്ള രഹസ്യ ലോകമാണ് എന്ത്? നിസ്കാരം. നിസ്കാരത്തിൽ ഒരാൾക്ക് എവിടെയെത്താൻ കഴിയും? ആത്മീയമായി പോവും. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. യുദ്ധത്തിൽ തറച്ച അമ്പ്, ആഴത്തിൽ തറച്ച അമ്പ് വലിച്ചെടുത്തിരുന്നു സ്വഹാബികൾ. വഹുവ ഫിസ്സലാ, യോദ്ധാവ് നിസ്കാരത്തിലാകവേ. വഹുവ ലാ യശ്ഉറു അൻഹാ, ലാ യശ്ഉറു അൻഹാ, ഈ പറിച്ചെടുക്കുന്ന വിവരം ഈ മനുഷ്യൻ അറിയുകയുമില്ല. റസൂലുള്ളാഹി അവിടെ പോയതുപോലെ അയാൾ ഇവിടെ പോവുക, വേറൊരു പോക്ക്. മനസ്സിലായില്ലേ? അത് അയാളെ ഇഖ്ലാസാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്സലാത്ത് മിഅ്റാജുൽ മുഅ്മിനീൻ. മിഅ്റാജിൽ നിന്ന് ദുനിയാവിലേക്ക് കിട്ടിയതാണ് നിസ്കാരം. നിസ്കാരത്തിന്റെ ആഴം അടക്കാൻ കഴിയുകയില്ല. സഹൽ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, സൂഫി ലോകത്ത് മഹാനാണ് സഹൽ ബിൻ അബ്ദുല്ലാഹ്. ഉറക്കപ്പറ, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ മഹാനാണ് സഹൽ ബിൻ അബ്ദുല്ലാഹ്. ലോകം കണ്ട മഹാ ഔലിയാക്കളിൽ നേതാവാണ് സഹൽ ബിൻ അബ്ദുല്ലാഹ്. ഞാൻ ദുനിയാവിനെ ഞാൻ നിസ്കാരത്തിന് വേണ്ടി അല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് ആലോചിക്കുമ്പോൾ നിസ്കാരത്തിന്റെ രസം ആലോചിച്ചിട്ടല്ലാതെ ഞാനതിൽ വേദനിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നിങ്ങൾ ആലോചിക്കുക, മിഅ്റാജിന് കിട്ടിയ സംഗതിയാണ് നിസ്കാരം. ആ നിസ്കാരം എന്താ? അത് അവനവന്റെ ഇഖ്ലാസ. അതിലാണ് കയറി കഴിഞ്ഞാൽ നമ്മൾ എവിടെയോ എത്തും. നമുക്ക് അതിന് മാത്രം എന്തുണ്ടെങ്കിൽ പറ, എന്തുണ്ടെങ്കിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ എവിടെയോ എത്തും. നിസ്കാരത്തിൽ ഒരു അടിമ എവിടെയോ എത്തും. ചിന്തിക്കണം. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ. ഈ മിഅ്റാജിന്റെ രാത്രി നമുക്ക് കിട്ടിയതാണ് നിസ്കാരം. അല്ലാതെ കൊല്ലം നിങ്ങൾ കേൾക്കുന്ന മിഅ്റാജ് തന്നെയാണ്. അതിനപ്പുറം മിഅ്റാജ് എനിക്ക് പറയാൻ കഴിയൂല. അതെന്നെ ഞങ്ങളോട് പറയുന്നില്ല. നമ്മൾ ഈ കേട്ടതൊന്നും അല്ല മിഅ്റാജ് എന്നാണ് ഞാൻ പറഞ്ഞത്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമിൻ كما سرى البدر في داج من الظلم وبتت وترقى إلى أم نلت منزلة من قاب قوسين لم
تدرك ولم ترمي مولاي صل وسلم للخلق كلهم وبت ترقى إلى أن نلت منزلة من قاب قوسين. ഒരു പ്രത്യേക ലോകത്തേക്ക് പോയി ഖബ് ഖൗസൈൻ. കൊല്ലങ്ങളിരുന്നാലും പഠിച്ചാൽ തീരാത്തതാണ് ഖബ് ഖൗസൈൻ. അവിടേക്കാണ് പോയി മുഹമ്മദ് മുസ്തഫ. ഒരു നബിയും അവിടെ എത്തിയിട്ടില്ല, ഒരു മലക്കും അവിടെ എത്തിയിട്ടില്ല. അവിടെ എത്താൻ ഒരു നബിയും കൊതിച്ചിട്ടില്ല, ഒരു മലക്കിനും അവിടെ എത്താൻ കൊതിച്ചിട്ട് കാര്യമില്ല. ഖാബ് ഖൗസൈൻ എന്ന ലോകത്തേക്ക് അടുത്തപ്പോൾ സയ്യിദ്നാ ജിബ്രീൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് എന്നിട്ട് ഹബീബായ നബിയോട് പറഞ്ഞു, നബിയേ ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ സല്ലു അലൈഹി വസൽ. ആരാ ചൊല്ലിയത്? ഈ ബൈത്ത് ചൊല്ലിയത് എഴുതിയത് ഞാനല്ല, ഉമർ ഖാളി. ദഅനി തഖദ്ദം സയ്യിദ്നാ ജിബ്രീൽ. ജിബ്രീൽ പറഞ്ഞ വാക്ക് ഉമർ ഖാളി ഉദ്ധരിക്കുക. ഉമർ ഖാളി പാപ്പയുടെ ബൈത്ത. ആര് പറഞ്ഞ വാക്ക്? ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് ആ രാത്രി പറഞ്ഞതാ, ഞാൻ അവിടെ നിൽക്കട്ടെ, നീ പോയിക്കോളി, അതിനപ്പുറത്തേക്ക് പോകാൻ എനിക്ക് കഴിയില്ല. ദഅനി തഖദ്ദം ചൊല്ലി. അതൊക്കെ അറിയണോ ഈ കൂട്ടത്തിലുണ്ടല്ലോ, ഒരു മുബാറക്കായ ബൈത്തല്ലേ. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ദഅനി നബിയെ, ഞാൻ ഇവിടെ നിന്നോട്ടെ, തഖദ്ദം നിങ്ങൾ മുന്നോട്ട് പോയിക്കോളെ, എനിക്ക് മുന്നോട്ട് ഇനി പോകാൻ കഴിയുകയില്ല. ആര് പറഞ്ഞേ? മഹാനായ സയ്യിദ്നാ ജിബ്രീൽ. അപ്പോൾ ആ ലോകം ഏതായിരിക്കും? യാ ഹബീബി, എന്റെ നബി, യാ ഹബീബായ നബിയെ ലാ തഖഫ്, നിങ്ങൾക്ക് പേടിക്കേണ്ട, നിങ്ങൾക്ക് അവിടെ പോകാം. എനിക്കവിടെ പോകാൻ പറ്റൂല, ഞാൻ കഴിഞ്ഞു പോവും. അവിടേക്ക് കാല് ചവിട്ടിയാ ഞാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് അവിടെ പേടിക്കാതെ പോകാം. നിങ്ങൾ അള്ളാഹുവിന്റെ അവ്വലു നൂറല്ലേ, നിങ്ങളെ നൂറിൽ നിന്നല്ലേ നമ്മൾ ഉണ്ടായത്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അബ്ശിർ തുനാജി റബ്ബക്കൽ ഓദേ അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അവിടെ പോയി അള്ളാഹിനോട് പ്രത്യേകമായി സംഭാഷണം നടത്തിക്കോളി, എനിക്കതിനുള്ള അർഹതല്ല. എനിക്കവിടെ പോയി സംഭാഷണം നടത്താനുള്ള അർഹതയില്ല. ആര് പറഞ്ഞു? സയ്യിദ്നാ ജിബ്രീൽ. അങ്ങനെ ഇവിടെ എഴുതി വെച്ച മഹാനാണ് മഹാനായ ഉമർ ഖാളി. ഉമർ ഖാളി എഴുതി വെച്ചതാണ്, ഇന്നുള്ള ഒരാൾ എഴുതി വെച്ചല്ല. ഇന്നിപ്പോൾ എന്നെ പോലത്തെ ഒരാൾ എഴുതി വെച്ചാണെങ്കിൽ ആ മൂല്യർക്ക് തെറ്റിയതാവെന്ന് വിചാരിക്കുക. ഇതാര് എഴുതിയതാണ്? പറയും മനുഷ്യന്മാരെ, ഉമർ ഖാളി മഹാനാണ് എന്ന കാര്യത്തിൽ ഒരു വിഭാഗത്തിനും കേരളത്തിൽ തർക്കമുണ്ടാവില്ല. കേരളത്തിൽ ഉമർ ഖാളി മഹാനാണെന്ന് പറയാത്ത ഒരു മുസ്ലിം വിഭാഗം ഉണ്ടാവില്ല. ഇനി വല്ല ചേകനൂരുണ്ടെങ്കിൽ അതൊക്കെ പടിക്ക് പുറത്തുമാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഏതെങ്കിലും ഒരു മുജാഹിദോ ജമാഅത്തോ ഒന്നും ഉമർ ഖാളി മഹാനാണെന്ന കാര്യത്തിൽ അവർക്കൊന്നും തർക്കം ഉണ്ടാവില്ല. കാരണം അതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം. ഉമർ ഖാളി വലിയ മഹാനായിരുന്നു. അവരെഴുതിയ ബൈത്ത. ആ രാത്രി ജിബ്രീൽ പറയാണ് ആരോട്? റസൂലുള്ളാഹിനോട്. ഒരു കൊല്ലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രികൾ 15 അതിൽപ്പെട്ട രാത്രിയാണ് അല്ലാഹുമായി കേന്ദ്രത്തിൽ ഹബീബായ നബി മുനാജാത്ത് ചെയ്ത രാത്രി. ഒരു കൊല്ലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രികൾ 15 അതിൽ 2 രാത്രികളുണ്ട്. 2 രാത്രികളുണ്ട് റജബില്. ഒന്ന് റജബ് 1 രാത്രി, ഒന്ന് റജബ് 27 രാത്രി. റജബ് 1 രാത്രി ഏതാ? അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മയും ബാപ്പയും വീട്ടിൽ കൂടിയ രാത്രിയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഉണ്ടായത് അങ്ങനെയല്ലേ? അള്ളാഹിന്റെ ഹബീബിന്റെ ഉമ്മയും ബാപ്പയും മഹദിയായ ആമിന റളിയല്ലാഹു അൻഹാ, അവരും മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, രണ്ടാളും
ഇതാ വിവാഹിതരായി വീട്ടിൽ കൂടിയ രാത്രിയാണ്. ആ രാത്രിയാണ് റജബിൽ ആദ്യത്തെ രാത്രി. റജബ് 27 രാത്രി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ജിബ്രീൽ ഈ വാക്ക് പറഞ്ഞ രാത്രിയാണ്. യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഉറക്കപ്പറ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മളെ പേര് ഉമ്മത്തി എന്നീന്ന് വെട്ടാതിരിക്കട്ടെ. അത് മതി, നമ്മളെ പേര് വെട്ടരുത്. എവിടുന്ന്? ഉമ്മത്ത് മുഹമ്മദ്. അതിന് നമ്മളെ പേര് വെട്ടാതെ അള്ളാഹു താല അള്ളാഹിന്റെ ഹബീബിനെ ഇത്തിബാ ചെയ്ത ഉമ്മത്തിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതിനുവേണ്ടി ദ്വാരക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഞാൻ നീട്ടുന്നില്ല, ചിന്തിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയൂല. എന്തുകൊണ്ട്? സയ്യിദുനാ ജിബ്രീലിന് പോലും ആ ലോകത്തേക്ക് പ്രവേശനമില്ല. ആ ലോകത്ത് ഇബ്രാഹിം നബി പോലും പോയിട്ടില്ല. അതുകൊണ്ട് ലിനുരിയഹു മിൻ ആയാതിനാ അർത്ഥം വെക്കാൻ ഒരു മുസ്ലിംക്ക് കഴിയുകയില്ല. പിന്നെ വലിയ വലിയ ആരിഫീങ്ങൾ ശംസുൽ ഉലമയെ പോലെ മഹാന്മാരുണ്ടാവും. അവർ നമ്മളോട് പറയൂല. എന്തുകൊണ്ട്? നമുക്കത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. മനുഷ്യന്റെ അഖൽ അനുസരിച്ച് അവരോട് സംസാരിക്കാൻ പാടുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അവിടെ വെച്ച് മുത്ത് റസൂലുള്ളാഹിക്ക് അള്ളാഹു കൊടുത്ത സമ്മാനമാണ് എന്ത്? നിസ്കാരം. അത് നമ്മുടെ മെഹറാജ്. നമ്മുടെ മെഹറാജ് നിസ്കാരമാണ്. ആ നിസ്കാരം കിട്ടിയത് ആ രാത്രിയാണ്. മുഅ്മിനെ ചിന്തിക്കണം. രണ്ട് നിലയ്ക്ക് ഇവിടെ പ്രത്യേകതയുണ്ട്. ഒന്ന് റജബാണ്. റജബ് എന്ന റജബ് ഷഹറുല്ലാഹ്, റജബ് അള്ളാഹുവിന്റെ മാസമാണെന്ന് മുഹമ്മദ് മുസ്തഫ